ബിൽഡ് യുവർ ബ്രാൻഡ് DNA. നിങ്ങളുടെ ബ്രാൻഡിൻ്റെ DNA രൂപപ്പെടുത്തുക. ഒരു ബ്രാൻഡിനെ എങ്ങനെ വിശ്വസനീയത എങ്ങനെ ഉണ്ടാക്കാം? ഒരു ബ്രാൻഡിൻ്റെ ലോഗോ അതിന് പേരിന് മാത്രം പോരെ. നിങ്ങളുടെ ബ്രാൻഡിനും മറ്റുള്ളവയിൽ നിന്നും വളരെ വ്യത്യസ്തമായി നിർത്തുന്ന എന്തെങ്കിലും ഗുണങ്ങൾ ഉണ്ടോ? നിങ്ങൾ ഒരു മാർക്കറ്റിംഗ് പ്രൊഫഷണലോ, അതല്ല നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങുന്ന ആളോ, അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളോ, അതല്ലെങ്കിൽ നിങ്ങൾ മറ്റേതെങ്കിലും ഒരു ബ്രാൻഡ് മാർക്കറ്റിൽ വിറ്റഴിച്ചു കൊണ്ടിരിക്കുന്നതോ, അതല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പേരിലൊക്കെ ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു ആളാണോ എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഞാൻ നിങ്ങളുടെ ബ്രാൻഡിൻ്റെ DNA എങ്ങനെയാണ് നിർമ്മിക്കേണ്ടത് എന്ന് നിങ്ങളെ കൈ പിടിച്ച് കൊണ്ടുപോയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. അത്തരത്തിലുള്ള ഒരു 30 എപ്പിസോഡ് അടങ്ങുന്ന ഒരു ഫ്രീ സീരീസാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്. ഞാനിവിടെ നിങ്ങളുടെ ബ്രാൻഡിങ്ങിൻ്റെ, അതല്ലെങ്കിൽ നമ്മളെ ഉൽപ്പന്നം വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അനന്തമായ ലോകത്തേക്ക് നിങ്ങളെ കൈപ്പിടിച്ച് കൂട്ടിക്കൊണ്ടു പോകുന്നു. നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ എൻ്റെ ബ്രാൻഡും ഒരു മികച്ച ബ്രാൻഡായി മാറണം എന്ന്? കോർപ്പറേറ്റുകൾക്ക് മാത്രം കുത്തകയല്ല ഒന്നും എന്ന് പലപ്പോഴും നാം മനസ്സിലാക്കാറില്ല. നിങ്ങളും ആഗ്രഹിക്കുന്നില്ലേ എനിക്കും ഒരു പ്രത്യേക ബ്രാൻഡ് വേണം എന്ന്? നിങ്ങൾ പലപ്പോഴും ചിന്തിക്കാറില്ലേ എങ്ങനെ ഒരു ക്രിയേറ്റീവ് ടിപ്സ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് സ്ട്രാറ്റജിക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ബ്രാൻഡ് മുന്നോട്ട് കൊണ്ടുപോകും എന്ന്? ഇതിനൊക്കെ ഒരുപാട് പണച്ചെലവുള്ള കാര്യമല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കാറില്ലേ? എന്നാൽ നമുക്ക് ഓരോരുത്തർക്കും ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബ്രാൻഡ് നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറത്തേക്ക് നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് കൊണ്ടുപോകാൻ കഴിയും എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? പലപ്പോഴും നമ്മൾ മാർക്കറ്റിംഗ് ഏജൻസികളെയും മാർക്കറ്റിംഗ് എക്സ്പേർട്ടുകളെയും നമ്മൾ ആശ്രയിക്കുമ്പോഴും നാം എടുക്കുന്ന പല തീരുമാനങ്ങളിലും എടുക്കുന്നതിലുള്ള മിസ്റ്റേക്സുകളാണ് നമ്മളെ ഉൽപ്പന്നം വേണ്ട രീതിയിൽ നമുക്ക് ബ്രാൻഡിങ് ചെയ്യാൻ കഴിയാത്തത്. ഇന്ന് ലോകത്ത് 50% ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്നത് സെയിൽസാണ്. അതേസമയം അതിൽ 40% മറ്റു പേര് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിംഗ് ആണ്. പക്ഷേ 10% പേര് മാത്രമേ ഇന്ന് ബ്രാൻഡിങ് ചെയ്യുന്നുള്ളൂ. ബ്രാൻഡിങ്ങിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഉൽപ്പന്നം നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്തെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പലപ്പോഴും ഇന്ന് ലോകം ഭരിക്കുന്ന വളരെ വലിയ കോർപ്പറേറ്റ് ഭീമന്മാരെല്ലാവരും ബ്രാൻഡിങ് ചെയ്തവരായിരുന്നു. എന്തായിരിക്കും ബ്രാൻഡിങ് എന്നും ബ്രാൻഡിങ്ങിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ചും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ബ്രാൻഡിങ്ങിൻ്റെ അനന്തമായ സാധ്യതകളെക്കുറിച്ച് വെറും 5 മിനിറ്റ് അടങ്ങുന്ന 30 എപ്പിസോഡുകളിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഈ ഓരോ 5 മിനിറ്റിലും 5 ടിപ്സെങ്കിലും നിങ്ങളുടെ മനസ്സുകളിൽ പതിയുന്നതായിരിക്കും. ഞാൻ പല തിരക്കുകൾക്കിടയിലും എന്തുകൊണ്ടായിരിക്കും ഇത്തരം ഒരു എപ്പിസോഡുമായി വരുന്നത് എന്നായിരിക്കും ചില ചോദ്യങ്ങൾ. ഇന്ന് എനിക്ക് വരുന്ന ഒരു വർഷത്തിനുള്ളിൽ 100 ബ്രാൻഡുകളെ എങ്കിലും ലോകത്തിന് മുന്നിൽ വ്യത്യസ്തമായിട്ട് വളർത്തിക്കൊണ്ടുവരണം എന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ഒരു എയിമിന് മുന്നിലാണ് ഞാൻ ഈ 2025 സഞ്ചരിക്കാൻ പോകുന്നത്.